ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഉദ്ഘാടനം 2ാം ദിവസം ഇൻ്റഗ്രേഷൻ ഡേ 2 പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ്. അപ്പോൾ ഡേ 1ലെ ചോദ്യപേപ്പർ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്ത മക്കളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്വപ്ന വീട്. ആദിഷിൻ്റെ വീടുപണി നടക്കുകയാണ്. ആദിഷ് വരച്ച വീടിൻ്റെ ചിത്രം നോക്കൂ. രൂപങ്ങൾ എണ്ണാം എഴുതാം. മക്കൾക്ക് അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. നമ്മുടെ ആദിഷിന് വരച്ച വീടിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഒരുപാട് രൂപങ്ങൾ ചേർത്തിട്ടാണ് ആ ഒരു വീടിൻ്റെ ചിത്രം വരച്ചിട്ടുള്ളത് അല്ലേ. ഏതെല്ലാം രൂപങ്ങളുണ്ട്? ത്രികോണം, വട്ടം, ചതുരം അല്ലേ. അപ്പം മക്കൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഓരോ രൂപങ്ങളും എത്ര എണ്ണം വീതമുണ്ടെന്ന് കണ്ടെത്തിയിട്ട് തന്നിട്ടുള്ള കോളത്തിൽ എഴുതാനാണ്. ഓക്കെ മക്കളെ, ആദ്യം നമുക്ക് ത്രികോണമാണ് അല്ലേ. ത്രികോണം എത്ര ഉണ്ടെന്ന് മക്കൾ കൗണ്ട് ചെയ്ത് നോക്കൂ. 1 2 3 4 5 6 ത്രികോണമാണ് ചിത്രത്തിലുള്ളത് അല്ലേ. അത് നോക്കിക്കേ മക്കളെ. വട്ടം എത്രയുണ്ട്? വട്ടം മുകളിൽ 2 എണ്ണം അല്ലേ. 2 3 4 5 6. വട്ടവും എത്ര തന്നെയുണ്ട്? 6 എണ്ണം ഉണ്ട് അല്ലേ. അടുത്തത് ചതുരമാണ്. എണ്ണി നോക്കിക്കേ മക്കളെ. 1 2 3 4 5 6 7 ചതുരം ഉണ്ട് അല്ലേ. അപ്പോൾ ഇതേ രീതിയിൽ മക്കൾ എന്ത് ചെയ്യണം? അത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതിൽ മറ്റൊരു കാര്യം കൂടിയും പറഞ്ഞിട്ടുണ്ട്. ത്രികോണം, വട്ടം, ചതുരം എന്നീ രൂപങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു ചിത്രം കൂടി വരയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് ആ ഒരു 3 രൂപങ്ങൾ വെച്ചുകൊണ്ട് ഏതെങ്കിലും വാഹനത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രൂപം, മനുഷ്യൻ്റെ രൂപം അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗത്തിൻ്റെ രൂപമൊക്കെ മക്കൾക്ക് വരയ്ക്കാവുന്നതാണ് കേട്ടോ. ത്രികോണം, വട്ടം, ചതുരം ഈ 3 രൂപങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനത്തിലോട്ട് പോകാം. അതെന്താണെന്ന് പറയുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ. പ്രവർത്തനം 7 ഗൃഹപ്രവേശം. വീടൊരുങ്ങി. 2023 സെപ്റ്റംബർ 10 ഗൃഹപ്രവേശം. കലണ്ടർ നോക്കി ഗൃഹപ്രവേശ ദിവസം കണ്ടുപിടിക്കാം. അപ്പം മക്കൾക്ക് എന്ത് തന്നിട്ടുണ്ട്? അവിടെ 2023 സെപ്റ്റംബർ മാസത്തെ ഒരു കലണ്ടർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് എന്ത് കണ്ടെത്തണം? ഗൃഹപ്രവേശ ദിവസം കണ്ടുപിടിക്കണം അല്ലേ. നോക്കിക്കേ മക്കളെ, അതിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കലണ്ടറിൽ വിട്ടുപോയ തീയതികൾ പൂരിപ്പിക്കുക. കലണ്ടർ ഒന്ന് മക്കൾ നോക്കിക്കേ. അവിടെ 4 കോളങ്ങളിൽ എന്തില്ല? സംഖ്യകളില്ല അല്ലേ. അത് മക്കൾ പൂർത്തീകരിക്കണം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഏതൊക്കെ സംഖ്യകളാണ് അവിടെ വരിക? 4 കഴിഞ്ഞാൽ തൊട്ടടുത്ത കോളത്തിൽ ഏതായിരിക്കും? 5 ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഏതായിരിക്കും? 6 ആയിരിക്കും. പിന്നെ അതിന് താഴെ നോക്കിക്കേ മക്കളെ, 11 അല്ലേ. 11 കഴിഞ്ഞിട്ട് ഏതാണ്? 12. അത് കഴിഞ്ഞാൽ 13 അല്ലേ. അപ്പോൾ അതേ രീതിയിൽ മക്കൾക്ക് എന്ത് ചെയ്യാം? അവിടെ വിട്ടുപോയ കളങ്ങൾ പൂർത്തീകരിക്കാം. പിന്നെ മക്കളടുത്ത് ചോദിച്ചിട്ടുള്ളത് ഗൃഹപ്രവേശ ദിവസം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡേറ്റ് നമുക്ക് അവിടെ തന്നിട്ടില്ല. എത്രയാണ്? സെപ്റ്റംബർ 10 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം മക്കൾ നോക്കിക്കേ, 10 ആദ്യത്തെ കോളത്തിലാണ് 10 എന്ന് പറയുന്ന ഡേറ്റ് കാണുന്നത് അല്ലേ. അതിന് നേരെ മുകളിലോട്ട് നോക്കിക്കേ മക്കളെ. ഏതാണ് ദിവസം? ഞായറാണ് വരുന്നത് അല്ലേ. അപ്പം ഞായറെന്ന് മക്കൾ എഴുതണം കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2023 സെപ്റ്റംബറിൽ എത്ര തിങ്കളാഴ്ചകളുണ്ട്? തീയതികൾ ഏതൊക്കെ? എത്ര തിങ്കളാഴ്ചകളുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തീയതികൾ ഏതൊക്കെയാണെന്ന് കേട്ടോ. അപ്പോൾ നോക്കിക്കേ മക്കളെ, തിങ്കൾ എന്നുള്ള കോളം ഏതാണ്? രണ്ടാമത് വരുന്ന കോളമാണ് അല്ലേ. അതിലാദ്യം എത്ര തിങ്കളാഴ്ച ഉണ്ടെന്ന് നോക്കാം അല്ലേ. എണ്ണി നോക്കിക്കേ മക്കളെ. 4 തിങ്കളാഴ്ചയാണുള്ളത് അല്ലേ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ആ തിങ്കളാഴ്ചകളിൽ വരുന്ന തീയതികൾ ഏതൊക്കെയാണെന്ന്. ഏതൊക്കെയാണ്? 4 ആദ്യം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 11 വരും, 18 വരും, 25 വരും അല്ലേ. ഓക്കെ, പിന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കലണ്ടർ നോക്കി സംഖ്യാ പാറ്റേൺ തയ്യാറാക്കൂ. 2 സംഖ്യകൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. 3 10 എന്ന് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെ കലണ്ടറിലുള്ള സംഖ്യ ഏതായിരിക്കും? 17 പിന്നെ 24 അല്ലേ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു പാറ്റേൺ നോക്കിക്കേ. 7 13 പിന്നെ ഏതാണ്? 19 25. അപ്പോൾ അതൊരു പാറ്റേൺ ആണ് അല്ലേ. 7 അതിൽ വ്യത്യാസം വരുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രവർത്തനമായിരുന്നു അല്ലേ. ഓക്കെ, ഇനി നമുക്ക് മറ്റു പ്രവർത്തനത്തിലേക്ക് പോകാം. പ്രവർത്തനം 8 ക്ഷണക്കത്ത്. ആദിഷിൻ്റെ വീട് പണി പൂർത്തിയായി. ഗൃഹപ്രവേശത്തിന് കൂട്ടുകാരെ ക്ഷണിക്കണം. ക്ഷണിക്കാനുള്ള കത്ത് തയ്യാറാക്കൂ. ഗൃഹപ്രവേശ തീയതി 2023 സെപ്റ്റംബർ 10. അപ്പം നമ്മളടുത്ത് എന്ത് തയ്യാറാക്കാനാണ് പറഞ്ഞത്? ക്ഷണക്കത്ത് തയ്യാറാക്കാനാണ് അല്ലേ. നമുക്കൊക്കെ അറിയാവുന്നതാണ്, നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനമാണ് അല്ലേ. അപ്പം മക്കൾ എന്ത് ചെയ്യുക? ക്ഷണക്കത്ത് തയ്യാറാക്കുന്ന മോഡലൊന്ന് നോക്കിയിട്ട് പോകാം കേട്ടോ. നമുക്ക് മിക്കപ്പോഴും നമുക്ക് ചോദിക്കുന്ന ചോദ്യമാണ് ഇത്തരത്തിലൊരു ക്ഷണക്കത്ത് തയ്യാറാക്കാൻ. അപ്പം മക്കൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും ആ ഒരു ക്ഷണക്കത്ത് ഒന്ന് എഴുതി നോക്കിയിട്ട് പോവുക കേട്ടോ. നമ്മൾ നോട്ട് പുസ്തകത്തിലൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കുറച്ച് കൂട്ടുകാരോട് വീഡിയോ ലൈക്ക് ചെയ്യാതിരിക്കുന്നുണ്ട്. അപ്പോൾ മക്കളോട് എന്ത് ചെയ്യുക? പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, പ്രവർത്തനം 9 വീടൊരുക്കിയവർ. ആദിഷിൻ്റെ വീട് സ്വപ്ന വീട്.
കൂട്ടുകാരെല്ലാം വീട് കണ്ടു. വീടൊരുക്കിയവർ ആരൊക്കെ? വീടുമായി ബന്ധപ്പെട്ട തൊഴിലുകളെ വീടുമായി വരച്ച് യോജിപ്പിക്കൂ. മക്കൾക്ക് താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? അതിന് സെൻറ്ററിലായിട്ട് ഒരു വീട് കൊടുത്തിട്ടുണ്ട്. അപ്പം ആരൊക്കെയാണ് വീട് ഒരുക്കിയത്, അല്ലെങ്കിൽ വീടുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകളെയൊക്കെ കണ്ടെത്തിയിട്ട് ആ വീടിൻ്റെ ചിത്രത്തിലോട്ട് വരച്ച് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, ആ ചിത്രം നന്നായിട്ട് നോക്കുക കേട്ടോ. നമുക്ക് ഈ ചോദ്യം ഒരുപാട് പ്രാവശ്യം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പം മക്കളെ, ഏതൊക്കെയാണ് വീട്ടിലോട്ട് വരച്ച് ചേർക്കാൻ പറ്റുന്നത്? ഈ 3 ജോലികളാണല്ലേ. ബാക്കി ജോലികൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഒന്ന് പോലീസ് ഉണ്ട്, പിന്നെന്താണ് തയ്യലുണ്ട്, അതുപോലെ തന്നെ പിന്നെ ഒന്ന് ഡോക്ടറാണുള്ളത് അല്ലേ. അപ്പം അതൊന്നും വീടുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകളല്ല അല്ലേ. അപ്പം മക്കൾ എന്ത് ചെയ്യുക, അതൊന്ന് നോക്കിയിട്ട് പോവാം കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പ്രവർത്തനം 10 കടങ്കഥകൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതുക. നോക്കിക്കേ മക്കളെ, 1000 കുഞ്ഞുങ്ങൾക്ക് ഒരരഞ്ഞാൺ. എന്താണ്? ചൂലാണ് ഉത്തരം വരുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. ഉത്തരം എന്താണ് മക്കളെ? കുടയാണ് വരുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. വാലില്ല, നാക്കുണ്ട്, നാക്കിന്മേൽ പല്ലുണ്ട്. ഉത്തരം എന്താണ്? ചിരവയാണ് അല്ലേ. അതിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി കൂട്ടുകാരടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആകാശം ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ തയ്യാറാക്കി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ മക്കളെ, നമുക്ക് ആകാശം ഉത്തരമായിട്ട് വരുന്ന ഒരു കടങ്കഥ? ആരും അടിക്കാത്ത മുറ്റം അല്ലേ. എന്താണ്? ആകാശമാണ് ഉത്തരം വരുന്നത് അല്ലേ. മക്കൾക്ക് മറ്റെന്തെങ്കിലും കടങ്കഥകൾ അറിയെങ്കിൽ നിങ്ങൾക്ക് അതേ രീതിയിൽ എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ഇൻ്റഗ്രേഷൻ 2ാം ദിവസത്തിലെ പരീക്ഷയുടെ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങൾ. അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാവുക കേട്ടോ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.